ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, വീണ്ടും ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഷാലോൺ ടെലിവിഷൻ്റെ മുമ്പിൽ നാം ആയിരിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ ഈ ആരാധനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ ഒരു ആരാധനയുടെ തലങ്ങളിലേക്കാക്കുവാൻ കുടുംബ സാഹചര്യങ്ങളെല്ലാം ഒന്ന് ക്രമപ്പെടുത്തി മനസ്സും ശരീരവും ആത്മാവും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. സത്യമായും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഏറെ അനുഭവിച്ചറിയുവാൻ ഈ ആരാധനയിലൂടെ ദൈവം നമുക്ക് ഇടവരുത്തും. അതിനാൽ കണ്ണുകളടച്ച് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെ പരിശുദ്ധാത്മാവിനെ ഭരമേൽപ്പിച്ച് അല്പസമയം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഈ ആരാധന ഞങ്ങളങ്ങയെ മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈ മണിക്കൂറിൽ ഹൃദയം തുറന്ന് അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളെ അവിടെ ശക്തിപ്പെടുത്തണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ മാലാഖമാരെ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ വിജയം വരിച്ചിട്ടുള്ളവരെല്ലാം ഒരു കൃത്യമായ ലക്ഷ്യത്തെ അവർ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്തവരാണ്. വിശുദ്ധ ബൈബിളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറയാം, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. കൃത്യമായ ഒരു ലക്ഷ്യം പൗലോസ്ലേഖയ്ക്ക് ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യം വെച്ച് ഓടുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഈ ജീവിതയാത്രയ്ക്കിടയിൽ, നമ്മുടെ ഓട്ടത്തിനിടയിൽ ഒരുപക്ഷെ ചില പരിക്കുകളേറ്റ്, അല്ലെങ്കിൽ ട്രാക്ക് മാറി ഓടി, അല്ലെങ്കിൽ ഈ ഓട്ടത്തിനിടയിൽ ചില അപകടം സംഭവിച്ച് നമ്മളിപ്പോൾ ഒരു മൃതമായ അവസ്ഥയിലായിരിക്കാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഈശോ നമ്മോട് ഈ രാത്രിയിൽ ആവശ്യപ്പെടുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിലൂടെ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അതിനാഥനും, അതെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അതിനാഥനും നമ്മെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ കഴിവുള്ളവനുമായ യേശു ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നാം ഓടുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അതിനാഥനും, അതെ, നമ്മെ പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടുവാനെന്ന്. സ്നേഹമുള്ളവരെയും, അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, ആകയാൽ നിങ്ങളുടെ മനോധൈര്യം അസ്തമിച്ച് തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടി ക്രിസ്തു തന്നെ എതിർത്ത പാപികളിൽ നിന്നും എത്രമാത്രം സഹിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതെ, നിങ്ങളുടെ മനസ്സ് തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടി പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ സ്വർഗത്തിലെ പിതാവിലൂടെ അവിടുന്ന് അരുളി ചെയ്യപ്പെട്ട ഈ വചനം നമ്മൾ ഹൃദയസ്ഥമാക്കാം. നമ്മുടെ മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെട്ട് തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് തന്നെ എതിർത്ത പാപികളിൽ നിന്നും എത്രമാത്രം സഹിച്ചു എന്ന് ഈ രാത്രി ചിന്തിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കുവാൻ, ലക്ഷ്യസ്ഥാനത്തേക്ക് അടുപ്പിക്കുവാൻ നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാൽ ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഷാലോൺ ടെലിവിഷന്റെ മുമ്പിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്.
വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഏറെ തളർന്ന് പരാജയപ്പെട്ട ഒരു മനുഷ്യനായിട്ടായിരിക്കാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് എങ്കിൽ കർത്താവ് പറയുകയാണ്, നീ തളർന്നു പോകരുത്. കാരണം നിനക്ക് മുമ്പേ ജീവിതത്തില് ഓടി ലക്ഷ്യം പ്രാപിച്ച, ഓട്ടം പൂർത്തിയാക്കിയ ഒരുപാട് സാക്ഷികളുടെ സമൂഹം പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കറിയാം, പാപികളുടെ ഒരു സമൂഹം ലോകത്തുണ്ട്. ഇന്നത്തെ ദുഷ്ടത അത്രമാത്രം പെരുകിയിരിക്കുകയാണ്. 12:1 ഹെബ്രായർ 12:1 പറയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മുടെ പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ തളർന്നായിരിക്കാം ഒരുപക്ഷെ ജീവിത പങ്കാളി ഇരിക്കുക. നമ്മുടെ ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കി, കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കി ഒന്ന് പറയാമോ, തളർന്നു പോകരുത്, തളർന്നു പോകരുത്. ഒന്ന് പറയാമോ, തളർന്നു പോകരുത്. ചേട്ടാ, ചേച്ചി, അല്ലെ മകനെ, മകളെ, നീ തളർന്നു പോകരുത്. നീ പ്രത്യാശയോടെ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കണം. യേശുവിനെ ലക്ഷ്യം കണ്ടുകൊണ്ട്, യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മനസ്സ് തളർന്നു പോകാതെ എനിക്കും നിങ്ങൾക്കും ഓടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം കൊണ്ട് ഞാനും നിങ്ങളും നിറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കൃതജ്ഞതയായി ഈ രാത്രിയിൽ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കുരിശുകൾ ക്ഷമയോടെ സഹിച്ച്, അപമാനം വകവെക്കാതെ, സന്തോഷമെല്ലാം വേണ്ട എന്ന് വെച്ച് തന്നെ എതിർത്ത പാപികളിൽ നിന്നും എത്രമാത്രം സഹിച്ച ആ കർത്താവ് നമ്മോട് പറയുകയാണ്, നീ തളർന്നു പോകരുത്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ ബുദ്ധിക്ക്, നിന്റെ ധാരണകൾക്ക് അതീതമായി ഞാൻ ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. നീ ദൈവത്തെ ആരാധിക്കാമോ? പ്രിയ ദൈവ പൈതലേ, നമുക്ക് ഈ നിമിഷം ആരാധിക്കാം. ആമുഖമായി ഈ ചിന്ത നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. കണ്ണുകളടച്ച് ഈ ആരാധനയിൽ നമ്മുടെ ഹൃദയവും മനസ്സും മുഴുവനും ചേർത്ത് വെക്കാം. നമുക്ക് മുമ്പിൽ 2 സാക്ഷ്യങ്ങളുണ്ട്. ഒന്ന് പാപികളുടെ സാക്ഷ്യം, ദുഷ്ടരായ മനുഷ്യരുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം. പൗലോസ്ലീഹയും പത്രോസ്ലീഹായും മദർ തെരേസയും അതുപോലെ വിശുദ്ധ ഡൊമിനിക് സാവിയോയും മറ്റൊരുപാട് വിശുദ്ധര്, അതെ, നമ്മുടെ നാഥൻ, അതെ, നമുക്ക് സാക്ഷ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അടി പതറരുത്. ഭൗതികമായ നഷ്ടങ്ങൾ നമുക്കുണ്ടാകാം. നിന്റെ സങ്കടങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. 2 കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഉയർത്തിപ്പിടിക്കാമോ? എല്ലാ പരാജയങ്ങളെയും ഒന്ന് ദൈവകരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? ഒരുപാട് ഓടി, ഒരുപാട് അധ്വാനിച്ചു, എല്ലാം തകർന്ന അവസ്ഥയിലായിരിക്കാം നീ ആയിരിക്കുക. ഈശോ പറയുകയാണ്, നീ തളർന്നു പോകരുത്. കൃതജ്ഞതയോടെ നിന്റെ ഹൃദയം ദൈവകരങ്ങളിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ദൈവ പൈതലേ, ഞങ്ങളുടെ കൂടെ ഒന്ന് ചേരാമോ? നമുക്കൊന്നിച്ച് ആരാധിക്കാം. ഷാലോൺ ടെലിവിഷനിലൂടെയുള്ള ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഹൃദയം തുറന്ന് ആരാധിക്കാം. കണ്ണുകളടച്ച് ആരാധനയിൽ പങ്കെടുക്കുക. അതെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. പ്രത്യാശയോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രത്യാശയോടെ ദൈവത്തെ ആരാധിക്കാം. വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രിയമുള്ളവരെ, ഒരു മരം മുറിച്ചാൽ അത് കിളിർത്തു വരും, അത് പുതിയ നാമ്പുകൾ കടന്നു വരും. നമുക്കറിയാം, ഒരു മരം മുറിച്ചാൽ അതിന് പ്രത്യാശയുണ്ട്. കാരണം എത്രമാത്രം പഴകിയാലും വെള്ളത്തിന്റെ അംശമേറ്റാൽ എന്ത് ചെയ്യും? ഈ മരം വെള്ളത്തിന്റെ അംശമേറ്റാൽ അത് പുതിയ നാമ്പുകൾ ഇടുമെന്ന് നമുക്കറിയാം. ഈ പ്രത്യാശയാണ് മനുഷ്യന് വേണ്ടത്. അതുകൊണ്ട് നിരാശപ്പെടല്ലേ, അതുകൊണ്ട് സങ്കടപ്പെടല്ലേ, ഭാരപ്പെടല്ലേ. നമ്മുടെ ദൈവം, അത് കല്ലറകളിൽ നിന്നും ഉദ്ധാനം ചെയ്തവൻ, അവൻ നമ്മളെ സഹായിക്കും. ആ വിശ്വാസത്തോടെ നമ്മുടെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം കൊടുത്തുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് പ്രത്യാശയോടെ എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ബോധ്യത്തോടെ ഈ രണ്ടികളോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. മുഴുവൻ ഹൃദയം ഒന്ന് ചേർത്ത് വെക്കാമോ? കണ്ണുകളൊന്ന് അടയ്ക്കാമോ? അതെ, നിരാശപ്പെടേണ്ട മകനെ, നിരാശപ്പെടേണ്ട മകളെ, നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾ എന്ത് തന്നെയാണേലും പ്രത്യാശയോടെ ആയിരിക്കുക. നീ തളർന്നു പോകരുത്. മനസ്സിന്റെ ധൈര്യം നീ നഷ്ടപ്പെടുത്തി കളയരുത്. ക്രിസ്തുവിനെ നീ ധ്യാനിക്കുക. എത്രമാത്രം അപമാനം അവിടുന്ന് സഹിച്ചു, എത്രമാത്രം കുരിശുകൾ അവിടുന്ന് വഹിച്ചു. അതെ, കർത്താവ്, ആ യേശുവിനോടൊപ്പം നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കടമെല്ലാം സന്തോഷമാക്കി, പരിഭവമെല്ലാം പ്രാർത്ഥനയാക്കി, സ്വർഗീയ ഗേഹം ലക്ഷ്യമായി കണ്ട നീ ഇന്നത്തെ നോവിനാൽ വരികളുടെ അർത്ഥം മനസ്സിലാക്കി ഒന്നുകൂടെ പാടാമോ? സങ്കടമെല്ലാം സന്തോഷമാക്കി,
കരങ്ങളൊന്ന് ഉയർത്താമോ? പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ ഞങ്ങളുടെ കൂടെ പാടാമോ? കൈവിടല്ലേ, അതരം തുറന്ന് പാടാമോ? പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ ഒരിക്കൽ കൂടി പാടാമോ? പ്രത്യാശ കൈവിടരുതേ. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. അതരം തുറന്ന് സ്വരം തുറന്ന് പാടാമോ? പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ യേശുവിനെ കുറിച്ച് കൈവിടല്ലേ. ചിന്തിച്ചുകൊണ്ട് പാടാമോ? പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ ആരാധിക്കാമോ? പ്രത്യാശ യേശുവിനെ സ്തുതിക്കാമോ? കൈവിടല്ലേ യേശുവിന്റെ പക്കലേക്ക് മനമേ, പ്രത്യാശയോടെ കരങ്ങൾ പ്രത്യാശ ഉയർത്താമോ? കൈവിടല്ലേ. ഒന്ന് സ്വതന്ത്രമായി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശു മതിയായവനാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, പ്രത്യാശ നഷ്ടപ്പെട്ട 10,000 ഞങ്ങളുടെ കൃപ വർഷിക്കണപ്പാ. കർത്താവേ, ഏറെ മനസ്സ് തളർന്നവരെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ ഈശോ, എന്റെ ഈശോ എന്ന് വിളിക്കാമോ? അതേ പ്രിയരെ, നമ്മുടെ യേശു മരിച്ചുദ്ധാനം ചെയ്തവനാണ്. ഇന്നും ജീവിക്കുന്നവനായ ദൈവം പറയുകയാണ്, നിന്റെ മനസ്സ് തളർന്ന് നീ നിരാശപ്പെടരുതേ കുഞ്ഞേ. ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് കാനാൻ ദേശം ലക്ഷ്യമാക്കി മോശ പ്രവാചകന്റെ നേതൃത്വത്തില് ഇതാ ഇസ്രായേൽ ജനം കടന്നു വരുന്നു. എന്നാൽ ചെങ്കടലിന്റെ തീരത്തെത്തുമ്പോൾ മുൻപിലിതാ ചെങ്കടല് നിൽക്കുന്നു, പുറകിലിതാ ഈജിപ്തിന്റെ സൈന്യം കടന്നു വരുന്നു. മോശയെ അവരിതാ പഴിക്കുകയാണ്, ദൈവത്തെ അവർ പഴിക്കുകയാണ്. എന്നാലും മോശ അവരോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. ഇതാ മുൻപിൽ പ്രതിബന്ധമായി ചെങ്കടലുണ്ടാകും, പുറകിൽ സൈന്യമുണ്ടാകും. എന്നാൽ നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി യഹോവ കർത്താവായ ദൈവം ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മാത്രം മതി. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഈജിപ്തിന്റെ സൈന്യം നാളെ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടൽ പിന്നിട്ട മുന്നിലെ ജോർദാൻ കടന്നി. ആ വരികളോടൊന്ന് ചേരാമോ? ഒരിക്കൽ കൂടി ഉറപ്പോടെ എന്ന വരികളൊന്ന് പാടാമോ? ഉറപ്പോടെ എന്ന് പാടാമോ? ചെങ്കടൽ പിന്നിട്ട മുന്നിലെ ജോർദാൻ കടന്നിടുമേ. കടലിനു മീതെ നടന്നവൻ നമ്മെ മറുകര കാട്ടിത്തരും. ഹല്ലേലൂയ. ബോധ്യത്തോടെ പാടാം. അതെ, നമ്മോട് കർത്താവ് പറയുകയാണ്, പ്രിയരെ, മറുകര കാട്ടിത്തരും. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കണ്ണുകളടച്ച് കൈവിടല്ലേ. രണ്ട് കരം ഉയർത്തി പ്രത്യാശയോടെ പാടാമോ? പ്രത്യാശ കൈവിടല്ലേ മനമേ,
പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതരാതെ നമ്മെ സഹായിക്കുന്നവൻ. മുന്നേറുക. ഓ ദൈവമേ, നിന്നെ ആരാധിക്കുന്നു. തടവറ നിന്റെ മക്കൾ തളർന്നവരുണ്ട്, ഭേദിക്കും ജോലി നഷ്ടപ്പെട്ട ഭവനങ്ങളിൽ കടന്നു വന്നവരുണ്ട്, നിരാശപ്പെട്ടവരുണ്ട്, നാളുകളായി ആഗ്രഹിച്ചതും വിവാഹം നടക്കാത്തവരുണ്ട്, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചതും ഒരു കുഞ്ഞിനെ ലഭിക്കാത്തവർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടപ്പ. പിതാവേ, അങ്ങയുടെ മക്കൾ ഇതാ കരങ്ങൾ ഉയർത്തുന്നു. പ്രിയരെ, രണ്ട് കരങ്ങൾ യേശുവിന്റെ മക്കളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം അതരം തുറന്ന് ഞങ്ങളുടെ കൂടെ ചേരാമോ? അതരം തുറന്ന് സ്വതന്ത്രമായി സ്തുതിക്കാമോ? നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ ഉത്കണ്ഠകൾ, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഒന്ന് ഉയർത്താമോ? കൃതജ്ഞതയാണ് ഉയർത്താമോ? പ്രാർത്ഥനകളെ, യാചനകളെല്ലാം കൃതജ്ഞതയാണ് ഉയർത്താമോ? നിങ്ങളുടെ ഭാരങ്ങളെ അതിലംഘിക്കുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തി ഈ രാത്രി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവ മക്കളുടെ മേൽ ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. സ്തുതിക്കാമോ? യേശുവേ, സ്തുതിക്കാമോ? യേശുവേ. പ്രിയരെ, യഹൂദന്മാർ കരുതി യേശുവിനെ കല്ലറയിൽ അടച്ചപ്പോൾ തീർന്നു എന്ന്. ഒരുപക്ഷെ അപ്പോസ്തലന്മാരും ചിന്തിച്ചു കാണും, തങ്ങൾ സ്നേഹിച്ച ഗുരു ഇനി ഒരിക്കലും വരില്ല എന്ന്. യേശു പ്രവചിച്ചിരുന്നു, ഞാൻ 3-ാം ദിവസം ഉദ്ധാനം ചെയ്യുമെന്ന്. അതൊന്നും വിശ്വസിക്കാൻ അവർക്ക് പറ്റിയോ ഇല്ലയോ ആവോ? എന്നാൽ പ്രിയരെ, അതേ അവസ്ഥയിലായിരിക്കാം നമ്മൾ കടന്നു പോവുക. എന്നാൽ ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തി, ദുഃഖവെള്ളിക്കപ്പുറം മറ്റന്നാൾ ഒരു ഉദ്ധാനമുണ്ട് എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ രാത്രി നിങ്ങൾ വിശ്വസിക്കണം, പ്രത്യാശയോടെ ദൈവത്തെ ആരാധിക്കണം. നമുക്കും പാടാം, ദുഃഖവെള്ളിക്കപ്പുറം എനിക്ക് വേണ്ടി കർത്താവ് മറ്റന്നാൾ ഒരത്ഭുതം പ്രവർത്തിക്കും. എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്താമോ? ആ ദൈവത്തിന്റെ പകലെ കരങ്ങൾ ഉയർത്താമോ? ഹൃദയം ഉയർത്താമോ? പ്രിയരെ, ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖവെള്ളിക്കപ്പുറം മറ്റന്നാൾ ഉത്ഥാനമുണ്ട് പ്രിയരേ. ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കി ഒന്നുകൂടെ പാടാമോ? സ്വരം ഉയർത്തി. ദുഃഖവെള്ളിക്കപ്പുറം മറ്റന്നാൾ ഉത്ഥാനമുണ്ട് പ്രിയരേ. ദുഃഖവെള്ളിക്കപ്പുറം ചേരാമോ? മറ്റന്നാൾ ഉത്ഥാനമുണ്ട് പ്രിയരേ. അപ്പോ ദുഃഖവെള്ളിക്കപ്പുറം മറ്റന്നാൾ ഉത്ഥാനമുണ്ട് പ്രിയരേ. അതെ, മരണത്തെ ജയിച്ചവൻ ആമേൻ. കൂടെയുണ്ടല്ലോ, എന്റെ ഈശോ ഇവിടെയുണ്ട്. ലോകത്തെ ജയിച്ചിടുക. മരണത്തെ ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. കൂടെയുണ്ട്. വിശ്വസിക്കാമോ? ആരാധിക്കാമോ? രണ്ട് കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടാമോ? പ്രത്യാശയോടെ. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ ഉള്ളു തുറന്നൊന്ന് പാടാമോ പ്രിയരേ? പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. കിടപ്പ് രോഗികളെ ആരാധിക്കാമോ? പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. ഹല്ലേലൂയ പാടാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഈശോയേ, 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 അങ്ങനിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേരാമോ? എല്ലാവരും ചേരാമോ? ഹൃദയപൂർവ്വം ചേരാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഓ യേശുവേ. കുടുംബങ്ങളെ ദൈവകൃപയുടെ വാതിലാക്കി തുറക്കപ്പെടട്ടെ. യേശുവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഉത്കണ്ഠകൾ മാറട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. പാടാമോ? യേശുവേ, യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന നമുക്കൊന്ന് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ഈശോയെ രണ്ട് കരങ്ങളും ഉയർത്താമോ? ഹല്ലേലൂയ, പാടാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ 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 കണ്ണുകളടച്ച് നമ്മുടെ കർത്താവിന് സഹനത്തെ ഓർക്കാമോ? പരിസരം മറന്ന് ഹൃദയത്തെ ഈശോയ്ക്ക് കൊടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ആരാധിക്കാം. ആരാധിക്കാം ആരാധിക്കാം ആരാധിക്കാം. അനേകായിരങ്ങളുടെ ഹൃദയത്തില് ഇതാ ഈശോയുടെ വലിയ പ്രത്യാശ നിറയുന്നു. കുടുംബങ്ങളിൽ സമാധാനം നിറയുന്നു. അന്ധകാരങ്ങൾ വിട്ടുപോട്ടെ. ഹല്ലേലൂയ. അന്ധകാരങ്ങൾ വിട്ടുമാറട്ടെ. നിരാശ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കപ്പെടുകയെ. സ്വയം മറന്ന് ആരാധിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഇത് സൗഖ്യത്തിന്റെ സമയമാണ്. അതേ ഹൃദയങ്ങളില് ഈശോയുടെ സമാധാനം നിറയുന്ന സമയമാണ്. സ്വയം വിട്ടുകൊടുത്ത് സ്വയം മറന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ഈശോയെ ഈശോയോട് പറയുക, എന്റെ ഹൃദയത്തിൽ നിറയുന്ന അങ്ങയുടെ സമാധാനത്തിന് സ്തോത്രം, അങ്ങയുടെ സൗഖ്യത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളൊന്ന് മാറോട് ചേർത്ത് പിടിച്ച് ഈശോയെ ഹൃദയം കൊണ്ട് ആരാധിക്കാം. മറുഭാഷയിൽ ആരാധിക്കാം. ആത്മാവിൽ ആരാധിക്കാം. യേശുവേ 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 യേശുവേ. ഹൃദയം കൊണ്ട് ആരാധിക്കാമോ? ഈശോ കടന്നു വരുന്ന സമയമാണ്. അവിടുത്തെ സ്പർശനം അനുഭവിച്ച് സ്തുതിക്കാം, 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 സ്തുതിക്കാം. അടുത്ത പോലെ സ്തുതിക്കാം. സ്തുതിക്കണം. ദൈവത്തെ ആരാധിക്കണം. ധാരണകളെ ഉയർത്തിക്കുന്ന സമാധാനം നിറയും. ഹൃദയം തുറന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കാം. വിട്ടുകൊടുത്ത് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. യേശുവേ 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 യേശുവേ. ഈശോ നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ്. ആമേൻ. ഒരുപക്ഷേ നമ്മൾ താഴ്ന്ന് ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒരുപക്ഷെ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ ഒത്തിരി നന്മകളും രക്ഷയുടെ സുവിശേഷമുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മൾ ഇന്ന് വരെ നോക്കിപ്പോയത്, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കിപ്പോയത് പരാജയപ്പെട്ട ജീവിതങ്ങളിലേക്ക്. എന്നാൽ ഈശോ നമ്മുടെ കാതിൽ മന്ത്രിക്കുന്നു, ഞാനാണ് നിനക്ക് പ്രത്യാശയും ജീവനും, ഞാനാണ് രക്ഷ. കുരിശിൽ ഞാൻ പിടഞ്ഞതൊരു പരാജയമായിരുന്നില്ല, കുരിശിൽ ഞാൻ ഏറ്റെടുത്തത് നിന്നെ തന്നെയായിരുന്നു. മൂന്നാം നാള് കല്ലറകൾ പിളർക്കപ്പെട്ട് ഞാൻ പുറത്തു വന്നത് ഞാൻ സാത്താനെ പരാജയപ്പെടുത്തി. ലോകത്തെ ജയിച്ചവനാ ഞാൻ. നിനക്ക് എല്ലാത്തിനും മതിയായവനുണ്ട്, അത് ഞാനാണ്. ഹല്ലേലൂയ. യേശു നിനക്ക് മതിയായവനാണ്. പ്രിയപ്പെട്ട കുഞ്ഞെ, കരയാതിരിക്കുക. അവനിന്ന് നിന്റെ ചാരയുണ്ട്. അവനെന്റെ ഹൃദയത്തിൽ പ്രത്യാശ നിറയ്ക്കുന്നു. നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ കർത്താവിലാണ്. എനിക്ക് ആശ്രയം എൻ്റെ കർത്താവാണ്. എൻ്റെ കർത്താവുള്ളപ്പോൾ ഞാൻ എന്തിനാ ഭയപ്പെടണം? ഞാൻ മറ്റെന്തിനെ പേടിക്കണം? ഹല്ലേലൂയ. ഈശോ എന്നോടൊപ്പമുണ്ട്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഒരു 5-8 വർഷങ്ങൾക്ക് മുൻപ്
നമ്മുടെ തലസ്ഥാനത്തിനടുത്ത് നോയിഡ എന്ന് പറയുന്ന ദേശത്ത് കുറച്ചു കാലം ജോലി ചെയ്യാനുള്ള ഇടയായി. ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് കടന്നു പോകണം. ഒരു 4-5 കിലോമീറ്റർ ദൂരെയാണ് ഇടവക ദേവാലയം. ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ അല്പം വൈകി എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങിയാണ്. ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 3-ാം നിലയിലാണ് ഞങ്ങളുടെ ഭവനം. ഞങ്ങൾ താഴെ എത്തി. ഞാൻ ഓടി വന്ന് അന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്കൂട്ടിയാണ് ഞാനന്ന് ഉപയോഗിക്കുന്നത്. ആ സ്കൂട്ടി സ്റ്റാർട്ടാകുന്നതിന് മുൻപ് ഞാൻ 1-2 സാധനങ്ങൾ അതിൻ്റെ സീറ്റിന് അടിയിൽ വെച്ചു. സീറ്റിൻ്റെ അടിയിൽ വെച്ച കൂട്ടത്തിൽ അറിയാതെ അബദ്ധം ഞാൻ എൻ്റെ കീയും അതിൻ്റെ ഉള്ളിൽ വെച്ച് സീറ്റ് അടച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഓൾറെഡി ഞാൻ താമസിച്ചു കഴിഞ്ഞു. ഒരു അരമണിക്കൂർ നേരത്തെ ഒരു ശുശ്രൂഷയാണ് എനിക്കുള്ളത്. പെട്ടെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ സ്കൂട്ടറിൻ്റെ ചാവി ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലായിപ്പോയി. സീറ്റ് ലോക്കായി. പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ മൊബൈലും അതിൻ്റെ ഉള്ളിൽ വെച്ചു. പെട്ടെന്ന് ഓട്ടോ ഒന്നും വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ആ പരിസരത്തെങ്ങും ആരുമില്ല. ഞാൻ പെട്ടെന്ന് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, ഞാൻ നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അരമണിക്കൂർ നേരത്തെ ശുശ്രൂഷയാണ്. ഞാൻ വൈകിട്ടുണ്ടെങ്കിൽ ആ സമയം കഴിഞ്ഞു പോകും. അനേകർ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ നിമിഷങ്ങളിൽ ഈശോയെ സ്തുതിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കുക. എനിക്ക് ആശ്രയം വേറെ ഒരിടത്തുമില്ല, എൻ്റെ കർത്താവിലാണ്. പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല ഒരു ഹിന്ദിക്കാരൻ, ഒരു സഹോദരൻ, ഒരു ഭയ്യ കടന്നു വന്നിട്ട് ഭായി ക്യാ ഹേ എന്ന് എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താണ് കാര്യം? പെട്ടെന്ന് ഞാൻ അറിയാവുന്ന ഹിന്ദിയിൽ അവനോട് പറഞ്ഞു, എൻ്റെ കീ, സ്കൂട്ടറിൻ്റെ കീ ഇതിൻ്റെ അടിയിലായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് അവൻ അവിടെ ഇരുന്നിട്ട് ആ സ്കൂട്ടറിൻ്റെ സീറ്റിൻ്റെ അടിയിൽ എതിരോ ഒരു കൈയിട്ടിട്ട് എന്തോ ഒന്ന് ചെയ്തു. സീറ്റ് തുറന്നു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവൻ പറയുക, പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത വീട്ടിൽ ഒരു ഫ്ലാറ്റിൽ ഇതുപോലെ ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതുകൊണ്ട് അവനെ വിളിച്ചതാണ്. അവനൊരു ബൈക്ക് മെക്കാനിക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ ദേവാലയത്തിലെത്തി. ആ ശുശ്രൂഷ നടക്കുക. ഹല്ലേലൂയ. ഒരു കുഞ്ഞനുഭവം ഞാൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവെച്ചത്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, കർത്താവിന്റെ മുൻപിൽ അവന് ആ സമയത്ത് നമുക്ക് വേണ്ടി അവൻ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആശ്രയം നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അവനിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ. നമുക്ക് ഈശോയുടെ പക്കൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇതേപോലെ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ അവൻ മാത്രമല്ലേ ഉള്ളൂ. ലോകം മുഴുവൻ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കരങ്ങൾ ഉയർത്താൻ അവന്റെ സന്നിധി മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് കരങ്ങൾ ഉയർത്തി, ഹൃദയമുയർത്തി നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഈശോ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവാണ് എന്റെ ആശ്രയം. അവൻ എനിക്ക് മതിയായവനാണ്. ഈ ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് ആനന്ദത്തോടെ, സന്തോഷത്തോടെ, തുള്ളിച്ചാടി, കരങ്ങളടിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് ഒരു സമൂഹമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് നമ്മൾ കേരളത്തിലുള്ളവരുണ്ട്, ഇന്ത്യ രാജ്യത്തുള്ളവരുണ്ട്, വിവിധ രാജ്യങ്ങളിലുള്ളവരുണ്ട്, വിവിധ വനഗകളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഈശോയെ സ്തുതിക്കുന്നവരുണ്ട്. നമ്മൾ ഒറ്റ സമൂഹമാണ് യേശു നാമത്തിൽ. ഹല്ലേലൂയ. എന്ത് കഷ്ടം വന്നാലും, എന്ത് നഷ്ടം വന്നാലും നാം ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കരങ്ങൾ ഉയർത്തി പാട്ടുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആരാധിക്കാം. പാട്ടുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ആമേൻ, ആമേൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി നൽകിയവൻ തീർച്ചയായും നമ്മെ ഒരിക്കലും തള്ളുകയില്ല പ്രിയരെ. ആ ബോധ്യത്തോടെ അപ്പനും അമ്മയും നിന്നെ തള്ളിയാലും നിന്റെ ദൈവം നിന്നെ തള്ളുകയില്ല. കർത്താവിൽ ആശ്രയിക്കുക, പാടി ആരാധിക്കാം. അവിടുന്നാണ് എൻ്റെ ആശ്രയം. ഒരിക്കലും തള്ളാത്ത എൻ്റെ ദൈവം, സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി നൽകിയവൻ.
തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പോരവാക്കുകൾ. കർത്താവേ തൻ സ്വന്തം ജീവൻ തന്ന രക്ഷകൻ ഹല്ലേലൂയ. തള്ളുകില്ല ഏതു ദുഃഖനാളിലും തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പോരവാക്കുകൾ. കരങ്ങളടിച്ച് ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ചേർന്ന് ആരാധിക്കുന്നു. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭവനങ്ങളിലായിരിക്കുന്നവര് കുടുംബാംഗങ്ങളെ പരസ്പരമൊക്കെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ച്, അത് ഈശോ നമുക്ക് നൽകിയ കുടുംബമാണ്, ഈശോ നമുക്ക് നൽകിയ ജോലിയാണ്, ഈശോ നമുക്ക് നൽകിയ സാഹചര്യമാണ്. ഒരുപക്ഷെ ഹോസ്പിറ്റലിലായിരിക്കും, സാരമില്ല കുഞ്ഞെ, ഈശോ ഉണ്ട് നിന്റെ കൂടെ, അവൻ നിന്നെ അനുഗ്രഹിക്കും. ഈശോയിലേക്ക് നോക്കുക, ഈശോയിലേക്ക് മാത്രം നോക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തില് ഈശോ കടലിന്റെ മീതെ നടന്നു വന്നപ്പോൾ ശിഷ്യന്മാരുടെ വഞ്ചി ഉലയുകയായിരുന്നു. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നീയാണെങ്കിൽ ഞാൻ നിന്റെ പക്കലേക്ക് വരാം. കർത്താവ് അവനെ വിളിച്ചു, അവൻ ഇറങ്ങി വന്നു. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി 2-3 സ്റ്റെപ്പ് വെച്ചു. പക്ഷെ കടൽ ഇളകുന്നു, ഇതാ പ്രതിസന്ധികൾ വരുന്നു. കർത്താവിന്റെ മുഖത്ത് നോക്കിയ പത്രോസ് ഇതാ കടലിലേക്ക് നോക്കി, തെരയിലേക്ക് നോക്കി, വേദനയിലേക്ക്, വിഷമതയിലേക്ക് നോക്കി. എന്തു പറ്റി? അവൻ മുങ്ങിപ്പോയി. ഈശോ അവന് കൈ കൊടുത്തു, അവനെ പൊക്കിയെടുത്തു. അതെ കുഞ്ഞെ, കർത്താവിലേക്ക് നമുക്ക് നോക്കാം, ഈശോയെ നോക്കാം. അവനുണ്ട് നമ്മുടെ മുൻപിൽ, അവന്റെ കണ്ണിലേക്ക് നോക്കി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധികളിൽ താഴ്ന്നു പോകരുതേ, തളർന്നു പോകരുതേ, പ്രതിസന്ധിയിലേക്ക് നോക്കരുതേ. നമുക്ക് ഈശോയെ നോക്കാം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വൻതിര പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിയിടും. ആമേൻ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വൻതിര പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി കരങ്ങളെന്ന് ഉയർത്തി അടിക്കാമോ? ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാടാമോ? വാഴ്ത്തും യേശുവേ. ഞങ്ങളുടെ കൂടെ ചേരാമോ? ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തുള്ളിച്ചാടി. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. കരങ്ങളൊന്ന് വീശി, കരങ്ങളൊന്ന് വീശി. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ നമ്മളെ ഒരിക്കലും തള്ളാത്ത ദൈവം, ഹല്ലേലൂയ നമ്മളെ പാടും അന്ത്യകാലം വരെ നമ്മുടെ കൂടെ നിൽക്കും. ആ വിശ്വാസത്തോടെ, രക്ഷകൻ പ്രത്യാശയോടെ നമ്മുടെ ലക്ഷ്യം യേശുവേ മാത്രം മതി. യേശുവേ അവൻ നമ്മെ തീർത്തടിപ്പിക്കും. ഇത്ര നല്ല നിന്റെ തകർച്ചകളെ നന്മയാക്കി മാറ്റുന്ന ദൈവം, അവൻ നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വസിക്കുക, പ്രത്യാശിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ല രക്ഷകൻ ആ നല്ല രക്ഷകനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ നല്ല രക്ഷകനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് നമ്മുടെ ഈശോയുടെ ചുറ്റും മുമ്പിലേക്ക്. വലിയ സാക്ഷികളുടെ സമൂഹമുണ്ട്. വിശുദ്ധ പത്രോസ്, പരിശുദ്ധ മറിയം, അതെ, നമുക്ക് കർത്താവിനെ അവരോടൊപ്പം ആരാധിക്കാം, ജീവിതം കൊടുക്കാം. കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളുടെ ഇടയിലും സന്തോഷത്തോടെ ജീവിക്കുവാൻ കൃപ നൽകുന്ന ദൈവത്തിന്റെ പക്കലേക്ക് 2 കരങ്ങളെ ഉയർത്തി ഒരു കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നതിനായി നന്ദി, ഞങ്ങളെ തൊടുന്നതിനായി സ്തുതിക്കുന്നു, ഞങ്ങളുടെ ഭാരങ്ങൾ എടുത്ത് മാറ്റുന്നതിനായി നന്ദി പറയുന്നു, ഞങ്ങളെ ബലപ്പെടുന്നതിനായി നന്ദി പറയുന്നു, ഞങ്ങളുടെ തളർച്ചകളെ മാറ്റുന്നതിനായി നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ
തീരുമാനമെടുക്കാം. പാടും ഞാൻ. ഞാൻ ദൈവത്തെ വിശ്വസിക്കും. എൻ്റെ ദൈവം എന്നെ കൂടെ നടത്തും, എൻ്റെ കൂടെ നടത്തും. എൻ്റെ ദൈവം എന്നെ ഒരിക്കലും തള്ളില്ല. പാടും ഞാൻ. എന്ത് പരാജയം തന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ കൂടെ ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ